ഈ വീക്കിലെ ടെക്നിക്കൽ ബ്രേക്ക് ഡൗണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സ്റ്റോക്കുകൾ നിന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വീക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റോക്ക് ഏതാണെന്നുള്ളത് എന്തെങ്കിലും ഗസ് നിങ്ങൾക്കുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അനാലിസിസ് പ്രോപ്പർ ആയെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അതിന് നല്ല രീതിയിൽ ട്രേഡുകൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ആഴ്ചത്തേക്ക് നമ്മൾ എടുക്കുന്ന സ്റ്റോക്കിൻ്റെ പേരാണ് ടാറ്റ പവർ എന്നുള്ളത്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ആ സ്റ്റോക്ക് നല്ല അടിപൊളിയായിട്ട് ബുള്ളിഷ് ട്രെൻഡിൽ പൊക്കോണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ആ സ്റ്റോക്കിൽ എങ്ങനെയൊക്കെയാണ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്നത്, അതുപോലെ തന്നെ എവിടെ ട്രേഡ് എടുക്കാൻ സാധിക്കും, അതുപോലെ തന്നെ എവിടം വരെ ടാർഗറ്റ് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വൈകിക്കാൻ തന്നെ ചാർട്ടിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ചാർട്ടിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ടാറ്റ പവറിൻ്റെ ചാർട്ടോട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിം എടുത്തേക്കുന്നത്. ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് ഏത് ടാറ്റ പവർ മൂവി എന്ന് പറഞ്ഞിരിക്കുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ കുറേ കാലത്തോളം, എത്രയോ കാലത്തോളം, ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ 2008 തൊട്ട് ഒരു 2021 വരെ, അതായത് ഓൾമോസ്റ്റ് ഒരു 10-12 അല്ലെങ്കിൽ അതിന് മേലെ കാലം ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നീണ്ട കാലത്തെ കൺസോൾട്ടേഷൻ ഫേസിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നത് എപ്പോഴാണ്? ഓൾമോസ്റ്റ് ഒരു 2021 സെപ്റ്റംബർ മാസത്തിലാണ്. അതിനുശേഷം സംഭവിച്ചു, മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് പോയി. വീണ്ടും എന്ത് ചെയ്തു? ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? നല്ല സ്ട്രോങ് ആയിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തു. അതിനുശേഷം അതിപ്പോൾ ഓൾമോസ്റ്റ് എത്ര നാളുണ്ടായിരുന്നു? 2021 തൊട്ട് ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ 2023 വരെ, ഓൾമോസ്റ്റ് 2 കൊല്ലത്തോളം കൺസോൾട്ടേഷന് ശേഷം തന്നേക്കുന്ന ഒരു ബ്രേക്ക് ഔട്ടാണ് ഏത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ടാറ്റ പവർ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ലെങ്തിയർ ആയിട്ടുള്ള ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ നിന്ന് എന്തൊരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ അതൊരു അടിപൊളിയായിട്ടുള്ള ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആവാൻ സാധ്യതയുണ്ട്. അത് തന്നെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി എന്തൊക്കെയാണ് ഇതിൽ നോക്കാൻ പറ്റുന്നത്, ഇതിൽ എങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ള അനാലിസിസ് കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിലെന്താണ് ഈ വീക്ക്ലി ടൈം ഫ്രെയിം എടുത്തേക്കുന്നത്? അതിന് ഇതൊക്കെ ഒന്ന് മാറ്റിക്കളയുക, ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക, റിമൂവ് ഡ്രോയിങ്സ് അടിച്ച് ഇതിൽ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റുക. മന്ത്ലി ടൈം ഫ്രെയിമിൽ കാണുമ്പോൾ എന്താ ഇവിടെ കാണാൻ സാധിക്കുന്നത്? ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ സംഭവിച്ചു. അതിനുശേഷം എന്തുണ്ടായി? വീണ്ടും ആ ബെയറിഷ് ക്യാൻഡിന് ശേഷം ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് കണ്ടിന്യൂ ചെയ്യണതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നല്ല മൊമെൻ്റ് ഉണ്ടെന്നുള്ളത് ഇവിടെ വളരെ ക്ലിയർ ആണ്. കാരണം ആ ക്യാൻഡിലിൻ്റെ സൈസൊക്കെ നോക്കിയാൽ നല്ല വലുപ്പത്തിൽ നല്ല അടിപൊളി ക്യാൻഡിൽ സൈസിൽ ബെയറിഷ് ക്യാൻഡിൽ വന്നപ്പോൾ അതിന് മേലേക്ക് വരെ കടന്നുകൊണ്ട് ഒരു ഹൈ ഫോം ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? ഇവിടെ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു ഏരിയയിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തിനായിരിക്കും സാധ്യത കൂടുതൽ? ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഒരു ട്രെൻഡിൻ്റെ മേലെ സംഭവിച്ചാൽ നമുക്ക് പഠിച്ചേക്കുന്നത് എന്താണ്? ട്രെൻഡ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് അവിടെ ഷോർട്ട് പൊസിഷൻസ് ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഷോർട്ട് പൊസിഷൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ മൊത്തം എന്താണ്? സെല്ലേഴ്സിൻ്റെ ഷോർട്ട് പൊസിഷൻസ് ആഡ് ചെയ്ത് ഇവിടെ SL ആയിരിക്കില്ലേ, സ്റ്റോപ്പ് ലോസ് ആയിരിക്കില്ല പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ആ സെല്ല് ചെയ്ത ആൾക്കാരെ മൊത്തം ട്രാപ്പ് ചെയ്തുകൊണ്ട്, ആ സെല്ല് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനെ മൊത്തം ട്രാപ്പ് ചെയ്തുകൊണ്ട് എന്താണ് സംഭവിച്ചേക്കുന്നത്? മാർക്കറ്റ് വീണ്ടും മേലേക്ക് കയറിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സെല്ലേഴ്സ് ട്രാപ്പായി കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? ഇവിടെ സെല്ല് ചെയ്ത ആൾക്കാർ ഈ ഒരു പോയിന്റിൽ സെല്ല് ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് സെല്ല് ചെയ്യുകയാണ്. സ്റ്റോപ്പ് ലോസ് അവിടെ വെച്ചേക്കുന്നു, ഇവിടെ വെച്ചേക്കുന്നു. ഇവർക്ക് എന്താണ്? താഴേക്ക് പോയാലാണ് പ്രോഫിറ്റ് കിട്ടുക. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഈ സെല്ലേഴ്സിന് മൊത്തം ഇപ്പോൾ ലോസ് അല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ സെല്ലേഴ്സിന് എന്തിനുള്ള സാധ്യതയുണ്ട്? അവരുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ. സെല്ല് ചെയ്ത ആൾക്കാർ സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ബാക്ക്. അങ്ങനെ സിറ്റുവേഷനിൽ സെല്ലേഴ്സ് ബൈ ബാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തിനുള്ള സിറ്റുവേഷൻ സാധ്യതയുണ്ട്? മാർക്കറ്റ് വീണ്ടും മേലേക്ക് തന്നെ മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ്? വോളിയം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വോളിയം എടുക്കുകയാണ്. വോളിയം എടുത്ത് നോക്കിയാൽ എന്താ അവിടെ കാണാൻ പറ്റുന്നത്? വോളിയത്തിലും നല്ല രീതിയിൽ എന്താ ഈ ബെയറിഷ് വോളിയത്തിലേക്കാണ് കമ്പയർ ചെയ്യുമ്പോൾ താഴത്തെ വോളിയം നോക്കിയേ, ബെയറിഷ് വോളിയം കുറവല്ലേ? ബുള്ളിഷ് വോളിയം നോക്ക്, ഹയർ വോളിയം വരുന്നില്ലേ? എപ്പോഴും എന്താണ്? വോളിയം ബുള്ളിഷ് വോളിയം, ഹയർ വോളിയം. ഏത് കമ്പയറിങ് ബെയറിഷ് വോളിയനേക്കാളും ബുള്ളിഷ് വോളിയം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു ഇൻഡിക്കേഷനാണ് അവിടെ കാണുന്നത്. പിന്നെന്താ കാണാൻ പറ്റുന്നത്? നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോവുകയാണ്. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്?
ഇവിടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇവിടെ ചെറിയ രീതിയിലുള്ള കൺസോളിഡേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ചെറിയ രീതിയിലുള്ള കൺസോളിഡേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്താണ് മേലെ ഒരു സപ്ലൈ സോൺ നോട്ട് ചെയ്തു, ഇവിടെ ഒരു നോട്ട് ചെയ്തു, ഡിമാൻഡ് സോൺ നോട്ട് ചെയ്തു. അതിനുശേഷം ആദ്യത്തെ ബ്രേക്ക് ഔട്ട് എന്താണ് ഫെയിലായി, രണ്ടാമത് വന്ന ബ്രേക്ക് ഔട്ടാണ്. ബ്രേക്ക് ഔട്ടിന് ശേഷം വീണ്ടും ആ ലെവൽ റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്ന കാര്യം, ഈ രണ്ട് കാര്യങ്ങളൊന്നും നോക്കി അതിന് കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചാനലിൽ നോട്ട് ചെയ്ത് വെച്ചാലോ, ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ചാനൽ നോട്ട് ചെയ്ത് വെക്കാം. എങ്ങനെ ചാനൽ നോട്ട് ചെയ്ത് വെക്കുക, ഈ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പാരലൽ ചാനൽ കിട്ടും. അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ചാനൽ മാർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ചാനൽ മാർക്ക് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു ചാനൽ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൻ്റെ ഈ കാര്യം എടുത്തു മാറ്റുകയാണ്. നമുക്ക് എങ്ങനെയൊക്കെയാണ് അനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് നോക്കുമ്പോൾ എന്താ കാണാൻ പറ്റുന്നത്, ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരു ടാപ്പ് എടുക്കുന്നു, താഴേക്ക് വരുന്നു, ഈ ചാനൽ ബോട്ടം എടുക്കുന്നു, വീണ്ടും മേലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, വീണ്ടും എന്താണ് ഇതിൻ്റെ മീഡിയം ലെവലിൽ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ചാനലിൻ്റെ അകത്താണ് ഈ ഒരു ടാറ്റ പവറിൻ്റെ ആ സ്റ്റോക്ക് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു നല്ല സപ്പോർട്ട് ഏരിയ തന്നെയാണ്. അങ്ങനെയാണെന്നുള്ള റേഞ്ച് കൊണ്ട് മാർക്കറ്റ് എല്ലാ രീതിയിലും ബുള്ളിഷ് സ്ട്രക്ചറിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അവിടെ വെക്കേണ്ടി വരും, ഈ ഒരു സ്ട്രക്ചറിൻ്റെ താഴെ വെക്കേണ്ടി വരും. കാരണം എന്താണ്, രണ്ട് സാധ്യത ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് എന്തെടുക്കുകയാണ്, ഈ ഒരു ഏരിയയിൽ നിന്ന് പാത്ത് ടൂൾ എടുക്കുകയാണ്. പാത്ത് ടൂൾ എടുക്കുകയാണ്. ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, മാർക്കറ്റ് ഇവിടെ മേലേക്ക് പോയി താഴേക്ക് വന്നു, മേലേക്ക് പോയി താഴേക്ക് വന്നു. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് മേലേക്ക് പോയി ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, ഈ ചാനലിൻ്റെ ബോട്ടം വരെ വന്നിട്ടും മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാം. അപ്പം നമുക്കിത് രണ്ട് സിറ്റുവേഷനും പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ചെറിയ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ക്വാണ്ടിറ്റി ഈ ഒരു ഏരിയയിൽ ബൈ ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കുക. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ എൻ്റർ ചെയ്ത് വീണ്ടും എന്താ പറയുക, ആ ട്രേഡ് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക, ആ ഒരു പൊസിഷൻ സൈസിങ്ങിലാണ് ഇതിലെ ട്രേഡിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ആ പൊസിഷൻ സൈസിങ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ട്രേഡ് എടുക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഇതിൽ നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക, ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ ടാറ്റ പവർ, ഇപ്പോൾ നിഫ്റ്റി കഴിഞ്ഞ വീക്ക് നല്ല രീതിയിൽ വീണിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റുന്നത്, നല്ല രീതിയിൽ എത്ര ദിവസമായിട്ട്, കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റി വീണുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഏതാണ് ടാറ്റ പവറിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ടാറ്റ പവർ വീഴുന്നു പോലില്ല. നിഫ്റ്റി വീഴുന്നു, ടാറ്റ പവർ വീഴുന്നില്ല. അതെന്താ കാണിക്കണത്, നിഫ്റ്റി വീഴുമ്പോൾ ടാറ്റ പവർ വീഴുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ കാണിക്കണത്, ടാറ്റ പവറിൻ്റെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. ആണല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ നോക്കിയാലും ടാറ്റ പവറിൽ നല്ല രീതിയിലുള്ള സ്ട്രെങ്ത്, ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അനാലിസിസ് നിങ്ങളുടെ അനാലിസിൻ്റെ കൂടെ ഒന്ന് വെച്ച് നോക്കുക. അത് നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ചും കൂടി നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റബിൾ ആവാൻ ശ്രമിക്കുക. അപ്പോൾ പല ചാർട്ടുകളും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഈ രീതിയിൽ ചാനൽ പാറ്റേണും അതുപോലെ തന്നെ ആ ഒരു ബുള്ളിഷ് സ്ട്രക്ചറൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല നല്ല ചാർട്ടുകളും സ്റ്റോക്കുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു.